തേങ്ങ ബൗളിയാണ്. അതിന് ആവശ്യത്തിനുള്ള ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്, 1/4 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്, മൈദ മാവ് 1/4 കിലോ എടുത്തിട്ട് കുഴച്ച് വെച്ചതാണത്. പിന്നെ അതിന് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ പരത്താൻ ശർക്കര 1/4 കിലോയാണ് എടുത്തിറക്കണത്. ഏലക്ക പൊടിച്ചു വെച്ചതും ഉണ്ട്. ഇപ്പോൾ മാവ് കുഴയ്ക്കാനുള്ള മൈദ 1/2 കിലോ മൈദ ഉണ്ടാവും ഇതിൽ. ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട്, 1/2 കിലോ ഉണ്ടാവും ഇതിൽ. പിന്നെ അതിന് മഞ്ഞൾപ്പൊടി ഇടണം, പിന്നെ കുറച്ച് ഉപ്പ് ഇടണം, കുറച്ചുപ്പ് മതി. എന്നിട്ട് അതിനെ നല്ലപോലെ ഒന്ന് ഇളക്കണം. എന്നിട്ട് ഇത് ചപ്പാത്തിയുടെ പാകത്തിന് കുഴയ്ക്കണം നമ്മൾ. അപ്പോൾ ഇത് കുഴയ്ക്കാം നമുക്ക്. അപ്പോൾ നല്ലപോലെ കുഴച്ച് ഞാൻ ഇതിലേക്ക് ഇത്തിരി നെയ്യ് ഒഴിച്ചിട്ട് നന്നായി കുഴച്ചിട്ട് ഒരു 10 മിനിറ്റ് അങ്ങനെ വെക്കുക. 10-15 മിനിറ്റ് വെച്ചാലും നന്നായിരിക്കും. ഇതുപോലെ സോഫ്റ്റായിട്ട് കുഴയ്ക്കണം. കുഴച്ച് ഒരു 15 മിനിറ്റ് അങ്ങനെ വെക്കണം. ശർക്കര പാവ് കാച്ചാനുള്ള പാത്രം വെക്കുക ആദ്യം. വെള്ളം ഒഴിക്കുക, ശർക്കര അരിയണ്ടേ അതിന് വേണ്ടിയിട്ട്. ഈ പാകത്തിലായി. ഇപ്പം നമ്മളിതിൽ ഏലക്കാപ്പൊടി ഇടുക. തേങ്ങ അതിലിടുക. ഇതായി കഴിഞ്ഞു. ഇതിനെ ഇപ്പം നമ്മൾ ഒരു കിണ്ണത്തേക്ക് ആക്കി വെക്കാം. എണ്ണ നമ്മളിങ്ങനെ ആക്കിയിട്ട് പരത്തണം, എന്നാലേ വേഗം കിട്ടുള്ളൂ. ഇങ്ങനെ പരത്തണം. എന്നിട്ട് ഇതിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കുക. ഉള്ളു വെച്ചിട്ട് ഇങ്ങനെ മടക്കിയിട്ട് പിന്നെ ആദ്യം പരത്തണം. കല്ല് നല്ലപോലെ കാഞ്ഞു. ഇപ്പം ഇതിലേക്ക് ഞാൻ ഇതിടുകയാണ്. കുറച്ച് നെയ്യ് ഒഴിച്ച് ഇങ്ങനെ പുരട്ടി നമുക്ക് ചൂടാം. അപ്പം നല്ല ഒരു മണം വരും പുറത്തേക്ക്. ഇത് നന്നായിട്ടുണ്ടാവുന്നത് കുട്ടികൾക്ക് കൊടുക്കാനും കുട്ടികൾക്ക് കഴിക്കാനും വളരെ നന്നായിട്ടുണ്ടാവും. വലിയവർക്കും കഴിക്കാം. ഇത് വളരെ എളുപ്പത്തിലുള്ളൊരു പലഹാരമാണത്.